ഹമാസിനെതിരായ യുദ്ധം ഇസ്രായേലിൽ തുടക്കത്തിൽ വലിയ ലോക പിന്തുണയാണ് നൽകിയത്. ലോകരാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇസ്രായേലിനൊപ്പമായിരുന്നു. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വരുന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ. ഈ മാറ്റത്തിന് കാരണമായത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യാതൊരു നിയന്ത്രണവുമില്ലാത്ത ആക്രമണങ്ങളും. ഗാസയുടെ വലിയൊരു പങ്ക് പ്രദേശത്തെയും തകർത്ത ആക്രമണം ഇങ്ങനെ തുടർന്നാൽ ലോകത്തിന്റെ പിന്തുണ ഇസ്രായേലിന് നഷ്ടമാകുമെന്ന മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നൽകി കഴിഞ്ഞു. ഒക്ടോബർ 7-ന് തുടങ്ങി 2 മാസത്തിലേറെ പിന്നിടുന്ന ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രയേൽ ഏറെ മുന്നേറി. ഹമാസിന്റെ തട്ടകമായ ഗാസ ഏതാണ്ട് 3/4 ഭാഗവും തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഇടതടവില്ലാതെ തുടരുന്ന ബോംബാക്രമണവും മിസൈൽ വർഷവും. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ഈ ഉഗ്ര ആക്രമണം അവർക്കു തന്നെ തിരിച്ചടിയാകുമോ എന്ന സംശയത്തിലാണ് ലോകം. ഇത്രയും കടുത്ത ആക്രമണം നടത്തിയത് ഇസ്രയേലിനുണ്ടായിരുന്ന പിന്തുണ ഇല്ലാതാക്കാൻ വഴിവെച്ചേക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത് മറ്റാരുമല്ല, ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്ക തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഇങ്ങനെയൊരു മുന്നറിയിപ്പ് ഇസ്രയേലിന് നൽകുന്നത്. കഴിഞ്ഞ ദിവസം UN-ൽ 153 രാജ്യങ്ങൾ ഒപ്പുവെച്ച് ഗാസയിൽ ഇസ്രയേൽ അടിയന്തരമായി വെടിനിർത്തണമെന്ന കരട് പ്രമേയം അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ബൈഡൻ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയതെന്നാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതുവരെ ഈ യുദ്ധത്തിൽ ഇസ്രയേലിന്റെ നിലപാടിനെ ഇന്ത്യ തള്ളിപ്പറഞ്ഞിട്ടില്ല. സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയത്തോട് അനുഭാവമുണ്ടെങ്കിലും ഹമാസിനെതിരായ പോരാട്ടത്തിൽ ഇസ്രയേലിന് ഉറച്ച പിന്തുണ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഈ നിലപാടുകളിൽ ഒന്നും മാറ്റം വന്നിട്ടില്ല. സാധാരണക്കാരായ പലസ്തീനികളെ കൊന്നൊടുക്കരുതെന്നും അവർക്കാവശ്യമായ സഹായം എത്തിക്കാൻ വഴിയൊരുക്കണമെന്നും മാത്രമാണ് ഇന്ത്യയുടെ നിലപാട്. അതൊരിക്കലും ഹമാസിനെതിരായ പോരാട്ടത്തിൽ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്നതുമല്ല. പക്ഷേ ബൈഡൻ നൽകുന്ന മുന്നറിയിപ്പിനുമുണ്ട് വലിയ ഗൗരവം. നേരത്തെ മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമയും ഗാസയിലെ ഇടതടവില്ലാത്ത ബോംബിങ്ങിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെ ആക്രമണം തുടർന്നാൽ അത് ഗാസയിലെ വരും തലമുറകളെ കൂടി ഇസ്രയേലിന് എതിരാക്കുമെന്നായിരുന്നു യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചകളിൽ ഒബാമയുടെ നിലപാട് പ്രഖ്യാപനം. ഇതൊന്നും വെച്ച് അമേരിക്ക ഇസ്രയേലിന് എതിരായി എന്ന് പറയാനാവില്ല. ഇസ്രയേലിന് എല്ലാ സഹായവും നൽകിക്കൊണ്ട് തന്നെയാണ് ബൈഡൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അത് യുദ്ധം ഇങ്ങനെ നീണ്ടാൽ ആക്രമണ തന്ത്രങ്ങളിൽ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു കരുതൽ സൂക്ഷിക്കണമെന്ന സൂചന മാത്രമായി കണ്ടാൽ മതി. UN-ലെ വോട്ടെടുപ്പിൽ ജർമ്മനി, ഹംഗറി, ഇറ്റലി, യുക്രൈൻ, UK എന്നിവർ ഇക്കുറിയും വിട്ടുനിന്നു. ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു. ആകെ 153 രാജ്യങ്ങളാണ് അടിയന്തര വെടിനിർത്തൽ വേണമെന്ന നിലപാടെടുത്തത്. 10 രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. 23 രാജ്യങ്ങൾ വിട്ടുനിന്നു. ഈജിപ്റ്റാണ് അടിയന്തര വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നത്. എല്ലാ ബന്ധികളെയും ഉപാധിരഹിതമായി മോചിപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പ്രമേയത്തിൽ ഹമാസ് എന്ന പേര് പരാമർശിച്ചിട്ടുമില്ല. അതിനാൽ ഹമാസ് എന്ന പേര് ചേർക്കണമെന്ന് ഓസ്ട്രിയ ഭേദഗതി മുന്നോട്ട് വെച്ചു. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ഹീനമായ ഭീകരാക്രമണത്തെ അപലപിക്കണമെന്നും ഏകകണ്ഠമായി പ്രതിഷേധം അറിയിക്കണമെന്നുമുള്ള ഭേദഗതി അമേരിക്കയും മുന്നോട്ട് വെച്ചു. പ്രമേയത്തെ പിന്തുണച്ചു എന്നതുപോലെ തന്നെ ഹമാസിനെതിരായ ഈ 2 ഭേദഗതികളെയും ഇന്ത്യ അനുകൂലിച്ചിട്ടുമുണ്ട്. അതേസമയം ഗാസയിൽ ഇസ്രയേൽ രൂക്ഷമായ ആക്രമണം തുടരുകയാണ്. ഗാസയിലെ 40% കെട്ടിടങ്ങളും ഇസ്രയേലി ബോംബിംഗിലും മിസൈൽ വർഷത്തിലും തകർന്നടിഞ്ഞതായി കഴിഞ്ഞ ദിവസം ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പലസ്തീനിൽ കടുത്ത പട്ടിണിയാണ് ജനങ്ങൾ നേരിടുന്നതെന്ന റിപ്പോർട്ട് BBC പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ എല്ലാം തുടർച്ചയായാണ് അടിയന്തര വെടിനിർത്തൽ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നത്. പലസ്തീനിലെ ജനങ്ങൾക്ക് ഭക്ഷണവും അവശ്യ വസ്തുക്കളും എത്തിക്കാനാണ് ഇത്. ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തിൽ പലയിടത്തും ഈ ആശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ആശുപത്രികളെല്ലാം തന്നെ ഇസ്രയേലി ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് മതിയായ വൈദ്യസഹായവും ലഭിക്കുന്നില്ല. എന്നാൽ പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങളെ ഹമാസ് മനുഷ്യ കവചമാക്കുകയാണെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. ഇത് ഏതാണ്ട് ശരിയുമാണ്. ഹമാസ് ഭീകരർ ഇപ്പോൾ കേന്ദ്രമാക്കുന്നത് ജനവാസ മേഖലകളിലാണ്. ഇവിടങ്ങളിൽ ഭീകര സാന്നിധ്യം തിരിച്ചറിയുന്നതിനെ തുടർന്ന് ഇസ്രയേൽ രൂക്ഷമായ ആക്രമണം നടത്തുന്നു. ഇതിനെ ലോകരാജ്യങ്ങൾക്കൊന്നും എതിർക്കാനാവില്ല. കാരണം ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നത് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്: ഹമാസിനെ ഇല്ലാതാക്കുക. ഹമാസ് ഭീകരരിൽ വലിയൊരു പങ്ക് ഗാസയിലെ തുരങ്ക ശൃംഖലയ്ക്കുള്ളിലാണ് ഒളിച്ചിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ വന്നിരുന്നു. തുരങ്കങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉള്ളതാണിവ. ചില തുരങ്കങ്ങളിലൂടെ ട്രക്കുകൾക്ക് പോലും കടന്നുപോകാനാകും. AC-യും ഇന്റർനെറ്റും വൈദ്യുതിയും എല്ലാം തുരങ്കങ്ങളിലുണ്ട്. ഇവിടെ ഇരുന്ന് വിദൂര നിയന്ത്രിതമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഹമാസ് ഭീകരർ യുദ്ധം നടത്തുന്നതായാണ് ഇസ്രയേലി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ തുരങ്കങ്ങൾ തകർക്കലാണ് ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം. തുരങ്കങ്ങളുടെ പ്രവേശന കവാടങ്ങൾ നേരത്തെ തന്നെ ഇസ്രയേൽ കണ്ടെത്തിയിരുന്നു. ഉപഗ്രഹ ചിത്രങ്ങളുടെയും റഡാറുകളുടെയും സഹായത്തോടെയായിരുന്നു ഇത്. പല തുരങ്കങ്ങളും തുറന്നിരുന്നത് ആശുപത്രികളിലേക്കായിരുന്നു. തുരങ്കങ്ങളുമായി ബന്ധിപ്പിച്ചിരുന്ന ആശുപത്രികൾ കമാൻഡ് സെന്ററുകളായും ഹമാസ് ഉപയോഗിച്ചിരുന്നു.
ഇത് തിരിച്ചറിഞ്ഞാണ് ആശുപത്രികളിൽ ഇസ്രയേൽ ബോംബിട്ടത്. ചില തുരങ്കങ്ങളുടെ കവാടങ്ങളും തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഉപ്പുവെള്ളം വലിയ തോതിൽ ഈ തുരങ്കങ്ങളിലേക്ക് ഇസ്രയേൽ പമ്പു ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കടൽവെള്ളം നിറച്ച് തുരങ്കങ്ങൾ തകർക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. ഒരുപക്ഷെ കരയുദ്ധവും വ്യോമാക്രമണങ്ങളും വഴി ഹമാസിന് കനത്ത നാശമുണ്ടാക്കിയ ഇസ്രയേലിന്റെ അവസാനത്തെ യുദ്ധമുറകളിൽ ഒന്നായിരിക്കാം ഇത്. ഇതുകൂടി കഴിയുമ്പോൾ ഹമാസിനെ ഏതാണ്ട് ഇല്ലാതാക്കി എന്ന് ഉറപ്പുവരുത്താനാകുമെന്ന് ഇസ്രയേൽ കരുതുന്നുണ്ട്. എന്തായാലും തുരങ്കങ്ങൾ തകർത്തതിന് ശേഷമായിരിക്കും ഒരു വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറാവുക. അതിനും കാരണമുണ്ട്. ഇപ്പോൾ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ അതെത്ര മാനുഷിക വശം ചൂണ്ടിക്കാണിച്ചതായാലും ഇസ്രയേലിന് വരുത്തുക വലിയ നഷ്ടമായിരിക്കും. ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരർക്ക് വീണ്ടും കൂട്ടായ്മയുണ്ടാക്കാനും ആശയവിനിമയം ശക്തമാക്കാനും പുതിയ യുദ്ധമുറകൾ ആവിഷ്കരിക്കാനും ഈ സമയം കൊണ്ട് സാധിക്കും. അത് വെടിനിർത്തൽ കഴിഞ്ഞാൽ വീണ്ടും ആക്രമണം തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന് കനത്ത വെല്ലുവിളിയാകും. ഹമാസ് കൂടുതൽ പ്രതിരോധിക്കും. അത് ഒഴിവാക്കുക തന്നെയാകും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പദ്ധതി. അതുകൊണ്ട് ഹമാസിന്റെ അന്ത്യം കാണാതെ ഇനിയൊരു ഇടവേളയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറാകില്ല എന്ന് വേണം കരുതാൻ.